ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഡയറക്റ്റ് പിന്തുണയാണ് തരുന്നത്. അത് അവരുടെ പിന്തുണയല്ലേ? അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. ബിജെപി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാണ്. സ്ഥാനാർത്ഥിയെ നിർത്തിയാള് പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ് ഷാജാനെ? ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു, പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കുന്നത് കുറിച്ച് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈ വെച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ് ഞാൻ. 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്ത. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-21 ലക്ഷം രൂപ കൊടുത്തതാണ്. ആ കാര്യമാണ് പറഞ്ഞു. പിരിച്ചു കൊടുത്തു. ഇവിടെ പരാതി പിരിച്ചു കൊടുത്തു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ, പിന്നെന്താ? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. നിങ്ങൾ വേറെ ഏതോ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന് ചേർന്നത് എനിക്കറിയില്ലേ. നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഇതിനകത്ത് ചേർന്നതാ. അതിനെപ്പറ്റി തർക്കം വേണം. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ പാർട്ടിയിലില്ല, പിന്നെ എങ്ങനെ? നിങ്ങൾ പാർട്ടിക്കാരനായിട്ട് ഒരു മനുഷ്യനും കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് വേണേ പോവാം. അതല്ല, ഇത് പങ്കെടുക്കുകയാണെങ്കിൽ ദയവായിട്ട് അവിടെ നിൽക്കുക. ഞാനൊന്നും മാറ്റിയില്ല. നിങ്ങളെല്ലാം കൂടിയാ പറഞ്ഞത്. 24-ലെ ഡോക്ടർ എന്താ അദ്ദേഹത്തിന്റെ പേര്? ആ റിപ്പോർട്ടല്ലേ, അദ്ദേഹമല്ലേ പറഞ്ഞത്? പിന്നെ ചില പത്രങ്ങൾ ഞാനൊരു നിലപാട് മാറ്റിയിട്ടില്ല. അതല്ലല്ലോ ഇദ്ദേഹം ചോദിച്ചാൽ. അതല്ലല്ലോ, ഞാനെന്നെ നിലപാടൊന്നും മാറ്റിയില്ല. അതുകൊണ്ട് നിലപാടിലെന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോ സന്തോഷമാണ്. ഞാനെന്താ മനസ്സിലായില്ലേ? അത് സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ മനസ്സിലായില്ലേ? പക്ഷെ മൂന്നാമൂഴം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ട്. എങ്ങനെ ഇതത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അപ്പൊ ചോദിച്ചപ്പോ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചീത്ത പറയാം? അതിനെന്തും തെറ്റ് ആണ്. ഇതാണ് മറുപടി. ഇതാണ് ചോദ്യം. ഇത് ചോദ്യമാണ്. ഇത് ചോദ്യമല്ലല്ലോ. മൂന്നാം ഊഴം കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചില്ല. ഇല്ല, ചുവരെഴുത്ത് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും നമ്മൾ അറിയാതെ എഴുതുന്നതാണെങ്കിൽ ഞാൻ ഉത്തരവാദിയാണ്.